എന്റെ ആര്യക്കുട്ടിയെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്രാവശ്യേ ഞങ്ങൾക്ക് 100 സീറ്റും കിട്ടും. എന്ത് വർത്താനങ്ങൾ പറയണേ? നിങ്ങൾ ആദ്യം ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത്. 50 സീറ്റ് കൂടി കിട്ടും നിങ്ങൾക്ക് ഉറപ്പില്ലായിരുന്നു. ഇപ്പൊ 100ആയി. അതൊക്കെ വേറെ കളികളാ. വേറെ കളിയോ? ഇപ്രാവശ്യം മൂന്നാമതൊരാൾ തീരുമാനിക്കും ആര് ഭരിക്കണമെന്ന്. എൻ്റെ ഒരു കണക്കൂട്ടലാട്ടോ. മൂന്നാമതൊരാളോ? അതെ, അത് ആരും ആകാം. അപ്പൊ 100% ഉറപ്പല്ലേ ഇപ്രാവശ്യം കിട്ടൂലെന്ന്? കിട്ടും. അതല്ല, ഇപ്രാവശ്യം കോവിഡും സുനാമിയും ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യത്തെ അതൊന്ന് ഞാൻ താരതമ്യപ്പെടുത്തി നോക്കിയപ്പോഴേ എൻ്റെ ഒരു തോന്നല് അതാ ഞാൻ പറഞ്ഞത്. സുലോ ചായ എടുത്താ. രാവിലെ തുടങ്ങിയ കണക്കൂട്ടല. എത്രാമത്തെ ചായയാണിത്? ഈ മൊട്ടക്കാക്കക്ക് പെരയും കുടിയൊന്നുമില്ലേ? ചായ ഇതിപ്പോ എത്രാമത്തെ ചായയാണ്? മിച്ചറൊന്നുമില്ലേ? മിച്ചറോ? മിച്ചറില്ലായിട്ട് ഇനി രണ്ടാളെ കണക്കൂട്ടലും തെറ്റണ്ട. അല്ലക്ക, എത്ര ദിവസമായി ഈ കണക്കൂട്ടലും കൊണ്ട് ഇരിക്കണേ? ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ കണക്കൂട്ടാണേ നമ്മൾ എന്നേ രക്ഷപ്പെട്ടു പോയിന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊണ്ടൊരു കാര്യം പറയാന്. പിന്നെ സുരുവിനെ നമ്മളെക്കായി നന്നായിട്ട് കാര്യങ്ങൾ അറിയാം. ഓള് കറക്റ്റ് കാര്യങ്ങൾ പറയും. ആരാ ജയിക്കാന്നുള്ളത് ഓള് പറയും. എനിക്ക് പറയാനുള്ളതേ ജയവും തോൽവിയെന്നല്ല. ഈ പെരന്റെ ഉള്ളില് ഇന്ന് ഉച്ചക്ക് ചോറ് തിന്നാൻ കറിയില്ല. അതറിയോ? ഈ കണക്കൂട്ടലും കൊണ്ട് ഇരുന്നിട്ടേ പണിക്കും പോവാതല്ലേ ഈ ഇരുത്തം. ഇപ്പൊ മനസ്സിലായില്ലേ? ഓക്കൊക്കെ അറിയാം ഓളെ കണക്കൂട്ടൽ കറക്റ്റാണ്. എന്തിനാ ഈ ആവശ്യമില്ല?